സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലാണ്. ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയവരാകരുത്. അതുപോലെ തന്നെ അവിടെ പോയിട്ട് തന്നെയും ഹറമിനെയും കൂട്ടിയിട്ടൊന്ന് ഒപ്പിയെടുക്കാൻ പോയവരാകരുത്. അവിടെ വെച്ചിട്ട് കുടുംബത്തിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനാകരുത്. മറ്റൊരു ലക്ഷ്യത്തിനുമല്ല. സ്വഹാബത്ത് ഇരുന്നത് പോലെ ഇരിക്കാനും ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുവാനും ആ ബഹുമാനം കൊണ്ടും ആ ഇരുത്തം കൊണ്ടും ഒരിക്കലെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനുമാണ്. ഒരൊറ്റ വട്ടം കണ്ടു കഴിഞ്ഞാൽ ഫഖദ് റആനി ഫിൽ ഖളാ, മനാമിലെന്നെ കണ്ടവൻ ഉണർവിലെന്നെ കാണുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞ ബഹുമതി ചെറിയൊരു ബഹുമാനമല്ല. സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നത് ചെറിയൊരു ബഹുമാനമല്ല, അത് വലിയ ബഹുമാനം തന്നെ. മഹത്തുക്കൾ മുഴുവനും എന്നും അനുഭവിച്ചതാ. മദീനയിൽ പോയിരിക്കുമ്പോ, സിയാറത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുമ്പോ, ദുആ നടത്തുമ്പോ, അതിലൂടെ നടക്കുമ്പോ ആ പരിസരം ആരുടെ പരിസരമാണ്? ആരാണ് അവിടെ നമ്മളെ നോക്കുന്നത്? നമ്മൾ എന്തിനാണ് മദീനയിൽ എത്തിയത് എന്നൊരു ഓർമ്മ മനസ്സിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം. ലക്ഷ്യം നേടിയെടുത്തിട്ട് എത്രയോ സാധുക്കള് മദീനയിൽ നിന്ന് വരുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ ഒരാളാകണം. മദീന കണ്ടു പോന്നാൽ പോരാ, ഒന്ന് സലാം പറഞ്ഞു പോന്നാൽ പോരാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോരാൻ കഴിയണം. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ.